ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥയാണ് നല്ല ശമരിയാക്കാരൻ. വഴിയരികിൽ അർദ്ധപ്രാണനായി മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ വഴിയമ്പലത്തിലെത്തിക്കുകയും എണ്ണയും വീഞ്ഞും പകർന്ന് അവന് രക്ഷ ചെയ്യുകയും ചെയ്യുന്ന നല്ല ശമരിയാക്കാരൻ നമ്മുടെ ചിന്തയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. എന്നാൽ ഇങ്ങനെയുള്ളവരെ നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുക എന്നത് വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. എന്നാൽ ഇന്ന് തുമ്മമൺ ഭദ്രാസനത്തിലെ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന റവറൻഡ് ഫാദർ സന്തോഷ് ജോർജ് അച്ഛനെ കണ്ടുമുട്ടുമ്പോൾ നല്ല ശമരിയാക്കാരൻ്റെ കഥയെയാണ് ഞാൻ ഓർക്കുന്നത്. ആ കഥയെ അന്വർത്ഥമാക്കുന്ന അച്ഛൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഏറ്റവും സ്നേഹത്തോടെ ഹ്യൂസ്റ്റൺ വോയിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. അച്ഛൻ എന്നാ US എത്തിച്ചേർന്നത്? ഞാൻ 1 മാസം ആകുന്നു ഹ്യൂസ്റ്റണിലെത്തി. ആദ്യമായിട്ട് ഹ്യൂസ്റ്റണിലേക്കാണ് വന്നത് അതോ മറ്റേതെങ്കിലും? ഫിലഡൽഫിയയിലാണ് ആദ്യം വന്നത്. അച്ഛനെ കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ബെത്സൈദ എന്ന് പറയുന്ന ഒരു ദിവ്യമായ ശുശ്രൂഷ. ആ ശുശ്രൂഷയെക്കുറിച്ച് 2 വാക്ക് കേൾക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. സന്തോഷം. അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? 2012 ഞാൻ ഓൾറെഡി ബസൈദ എന്നൊരു ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പ്രാർത്ഥന വിഷയമായിട്ട് തന്നെ ഈ വിഷയം സമർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ കോഴ്സ് പഠിക്കാൻ തക്കോണം തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ തക്കോണം അഡ്മിഷൻ എടുത്തു. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കിളിമാനൂർ വെച്ച് ഒരു വയ്യാത്ത മനുഷ്യനെ റോഡിൽ നിന്ന് കിട്ടി. അദ്ദേഹത്തിൻ്റെ കാലിലെ വലിയൊരു വ്രണം ഉണ്ടായിരുന്നു. അത് ബ്ലഡൊക്കെ ഒഴുകി പഴുപ്പൊക്കെ ആയിട്ട് വികൃതമായൊരു മുറിവായിരുന്നു. അന്നെനിക്ക് സ്പ്ലെൻഡർ ബൈക്കാണ്. എനിക്ക് അദ്ദേഹത്തെ ആ ബൈക്കിൽ നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോഴേ സങ്കടം തോന്നിയിട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതിനെനിക്ക് സാധിക്കുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം വാഹനങ്ങളില്ലാത്തൊരു സ്ഥലമായിരുന്നു. പിന്നെ അദ്ദേഹത്തെ ഒരു ഓട്ടോ എടുത്തിട്ട് ഞാൻ കൊട്ടാരക്കരയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തക്കോണം അവർക്ക് കഴിഞ്ഞില്ല. കാരണം ബൈസ്റ്റാൻഡർ ഇല്ല. എനിക്കും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഞാനൊരു ഷമ്മാശനാണ്, ഓൾറെഡി അച്ഛനായിട്ടില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ ആളിനെ കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു വാടക വീടെടുത്ത് മാറേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ബസൈദ തുടക്കം അങ്ങനെയാണ്. റോഡിൽ നിന്ന് കിട്ടിയ ഒരാളെ ആരും സ്വീകരിക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെ സ്വീകരിക്കേണ്ടി വന്നു. ആ വാടക വീട്ടിൽ ആദ്യം ഒരാൾ വന്നു, പിന്നെ 2 പേര് വന്നു, 3 പേര് വന്നു, 10 പേര് വന്നു. ആ സ്ഥാപനം കുറച്ചുകൂടി വിപുലപ്പെടുത്താൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഇന്ന് ബസൈദ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ പുന്നക്കുന്ന് മലയിൽ ഏറ്റവും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമായി മാറ്റുവാൻ ദൈവം സഹായിച്ചു. തമ്പുരാന് മാത്രം നന്ദി. പ്രധാനമായും അവിടെ ഉള്ളത് മാനസിക രോഗം ബാധിച്ച് പ്രത്യേകിച്ച് ഭവനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലൂടെ അലഞ്ഞു നടന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് അവരെ മുടിവെട്ടി കുളിപ്പിച്ച് അവർക്കൊരു നല്ല ലൈഫ് കൊടുക്കുകയാണ്. കൂടാതെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, CP അതായത് സെറിബ്രൽ പാൾസി, അതുപോലെ തന്നെ MR മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ ഉപേക്ഷിക്കപ്പെട്ട നോർമലായിട്ടുള്ള അപ്പച്ചന്മാർ, ഇത്രയും പേരാണ് നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളത്. ദൈവകൃപയാൽ എല്ലാവരും സ്ഥാപനത്തിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നു, ഭംഗിയായിട്ട് പോകുന്നു. ഈ വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്ന പലരും, ഞാനെല്ലാം ജനറലൈസ് ചെയ്യുകയല്ല, പലരും ഒരച്ഛനാകുക, ഒരു സഭയുടെ ശുശ്രൂഷയിൽ തന്നെ നിൽക്കുക, ആ ഇടവക ജനങ്ങളുടെ അവരുടെ ക്ഷേമം അന്വേഷിക്കുക, അവർക്ക് വേണ്ട ദൈവിക ശുശ്രൂഷ ചെയ്യുക എന്നതിലപ്പുറം ഇതൊരു ബെത്സൈദ മുമ്പോട്ട് വയ്ക്കുന്നത് വലിയൊരു ആശയമാണ്. ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈ ഒരു ഫോർമേഷൻ അച്ഛന് കൊച്ചിലെ ചെറുപ്പകാലം മുതൽ തന്നെ രൂപപ്പെട്ടു വരുന്നതാണോ, അതോ വൈദിക വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വന്നതാണോ ചെയ്തത്? ഇങ്ങനെ ദൈവിക ശുശ്രൂഷയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ പട്ടത്ത ശുശ്രൂഷയുടെ ഭാഗമായി ഇപ്രകാരമുള്ള ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ഏറ്റെടുക്കാനുള്ള വലിയൊരു പ്രചോദനവും അതിൻ്റെ കാഴ്ചപ്പാടും എങ്ങനെയാണ് അച്ഛനെ ആ ഒരു വിളിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നത്? 2 തരത്തിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഒന്ന് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. പിന്നെ എൻ്റെ സഭയിലെ ഒരു പ്രധാനപ്പെട്ട മെത്രാപ്പോലിത്ത ഉണ്ടായിരുന്നു. അദ്ദേഹം കാലം ചെയ്തു. ഗീവർഗീസ് മാർ അസ്താത്യോസ് എന്നൊരു വലിയ പിതാവ്. മലങ്കര സഭയ്ക്ക്, പ്രത്യേകിച്ച് ഞാൻ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോഹിതനാണ്.
മലങ്കര സഭയ്ക്ക് വലിയ നീതിബോധവും സുവിശേഷ വ്യാഖ്യാന പഠനവും പ്രത്യേകിച്ച് ജീവകാരുണ്യ രംഗത്ത് ഇത്രമാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു പിതാവിനെ പിന്നീട് കാണാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ മുൻപും ഇല്ലാത്ത വിധം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ അത്ഭുതമായിരുന്നു സഭയ്ക്കകത്ത്. കുഞ്ഞുകാലത്തിലൊക്കെ അദ്ദേഹത്തെ കണ്ട് ജീവിച്ചു വന്നവരാണ് ഞങ്ങൾ. എൻ്റെ ഇടവക പള്ളിയുടെ പെരുന്നാളിന് അദ്ദേഹം വരികയും അദ്ദേഹവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം പുലർത്താൻ എനിക്കിടയാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഭയുടെ മിഷൻ ബോർഡിലേക്ക്, MDC എന്ന് പറയും, മാവേലിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MDCയിലേക്ക് പോകാനും അവിടെ നിന്ന് യാച്ചാരം ബാലഗ്രാം, അതുപോലെ സഭയുടെ പുതുപ്പാടി ബാലഭവൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ കുഞ്ഞു പ്രായത്തിൽ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ കാലം മുതൽ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അന്തരീക്ഷവും ഒപ്പം കുറച്ചുകൂടെ പഠിച്ചു വന്ന സമയത്ത് കിട്ടിയ അറിവും കൂടി കണക്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ടും ഒരു പുരോഹിതനാവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പകാലം മുതലുണ്ടെങ്കിലും അതിലുപരി സജീവമായ ജീവകാരുണ്യ മേഖലയിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം കൂടി ശക്തിപ്പെട്ടു. അതിന് പ്രകാരമാണ് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരി എപ്പോഴും പറയുമായിരുന്നു, ജീവിക്കുന്നെങ്കിൽ കർത്താവിനോട് ജീവിക്കണം, കർത്താവിനോട് ജീവിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ജീവിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അതൊരു തിരിച്ചറിവും ഒരു പഠിപ്പിക്കലും കൂടിയായിരുന്നു. അങ്ങനെയാണ് ജീവകാരുണ്യ മേഖലയിൽ കുറച്ചുകൂടി നമുക്ക് ഇടപെടാൻ പറ്റുന്ന അറിവുകളും സാഹചര്യങ്ങളും വന്നപ്പോൾ ഇറങ്ങിത്തിരിക്കുവാനിടയായത്. പിന്നീട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരാളിനെ ദൈവമായിട്ട് കൊണ്ടത് മുമ്പിൽ വെച്ചു, അദ്ദേഹത്തെ സ്വീകരിക്കാൻ കൊണ്ടിടയായി. അങ്ങനെ ബസേദ തുടങ്ങി. ബസേദ വാക്കിൻ്റെ അർത്ഥം തന്നെ ഹോം ഓഫ് മേഴ്സി എന്ന, കരുണയുടെ ഭവനം എന്ന. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഭവനം എന്ന് പറയും. മത്സ്യം നമുക്കറിയാം, ഇക്തൂസ് എന്നൊരു വാക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ഇക്തൂസ്, ജീസസ് ക്രൈസ്റ്റ് എന്നൊരു അർത്ഥം എൻ്റെ വരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരൻ അല്ലെങ്കിൽ കരുണയുള്ള വ്യക്തി. ഇപ്പം പ്രിയപ്പെട്ട അച്ഛന് ആദ്യമേ പറഞ്ഞപ്പോൾ നല്ല ശമരിയാക്കാരനെ കുറിച്ച് പറഞ്ഞത് തന്നെ വലിയൊരു മെസ്സേജാണത്. മുറിവേറ്റവനെ ഒപ്പിയെടുത്ത് അല്ലെ അവനെ തോളത്തിട്ട് സത്രത്തിലെത്തിച്ച് ശുശ്രൂഷിക്കാൻ തോക്കോണം കാണിച്ചൊരു മനസ്സ് മാത്രമല്ല, അത് വരാൻ പോകുന്ന നമ്മുടെ ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ ഇത്തരം കർമ്മങ്ങളെ തുറന്നിടാനും കൂടി അദ്ദേഹം പഠിപ്പിച്ചു തരിക. ഇതാണ് നിൻ്റെ മിഷൻ. ഈ അടി കിട്ടി മുറിവുണ്ടാകുക എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ മുറിവെന്ന് പറയുന്നത് അവൻ്റെ നിസ്സഹായതയല്ല അവൻ്റെ മുറിവാണ്, അവൻ തകരുന്നത് അവൻ്റെ മുറിവാണ്, അവൻ്റെ പട്ടിണി അവൻ്റെ മുറിവാണ്, അവൻ്റെ തകർച്ച അവൻ്റെ മുറിവാണ്, അവൻ്റെ ഭവനമില്ലാത്ത അവസ്ഥ അവൻ്റെ മുറിവാണ്, അവൻ്റെ കടഭാരം അവൻ്റെ മുറിവാണ്, അവൻ്റെ രോഗം അവൻ്റെ മുറിവാണ്, അവൻ്റെ വേദനകളെല്ലാം അവൻ്റെ മുറിവാണ്. ഇതെല്ലാം നമ്മൾ എടുത്തുകൊണ്ട് സത്രമാകുന്ന സഭയ്ക്കകത്ത് ആ മനുഷ്യനെ സുരക്ഷിതനാക്കി ശുശ്രൂഷിക്കുകയാണെങ്കിൽ അത് നല്ല ശമരിയാക്കാരൻ നമുക്ക് കാണിച്ചത് മാതൃക ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം കൂടി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നല്ല ശമരിയാക്കാരൻ മുമ്പോട്ട് വെക്കുന്നത് 2 നാണയമാണ്. എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത്, ആ 2 നാണയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെന്നാണ്. കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, ഇതുകൊണ്ട് നീ അവനെ ശുശ്രൂഷിക്കുക. മുറിവ് പൊറുക്കപ്പെടുവാൻ, അല്ലെങ്കിൽ വീണുപോകാൻ എഴുന്നേറ്റ് ചെയ്യുവാൻ, മനസ്സ് തകർന്നവൻ ബലപ്പെടുവാൻ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിനും രക്തത്തിനും സാധിക്കും. അവനെ ഭക്ഷിക്കുക വഴി പുതിയൊരു ജീവിതമുണ്ടാകും, ജീവനുണ്ടാകും. ഇതായിരിക്കണം സഭയിൽ ഓരോ വ്യക്തികളുടെയും സുവിശേഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛാ, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഒന്ന്, നമ്മളെല്ലാവരും ചട്ടക്കൂടിൻ്റെ ഭാഗമാണ്. അച്ഛനൊരു വ്യവസ്ഥാപിത സഭയുടെ ഭാഗമായി നിൽക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഒരു മിനിസ്ട്രിക്ക് സഭയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആ വ്യക്തിയിൽ നിന്നോ എന്തെങ്കിലും എതിർപ്പുകളോ അതേപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അച്ഛൻ്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും? വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേദനകളൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ മിഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പം മദർ തെരേസയുടെയൊക്കെ ബോധ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മദർ തെരേസ പല വീട്ടിലും പോയി യാചകവേഷം കെട്ടുന്നത് ആ അമ്മയ്ക്ക് വേണ്ടി അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയുടെ കയ്യിൽ തുപ്പിക്കൊടുത്ത സംഭവങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ തൂത്ത് ഉടച്ചിട്ട് വീണ്ടും കൈനീട്ടാൻ കാണിച്ചൊരു മനസ്സുണ്ട്. അതുതന്നെയാണ് കർത്താവിന് പ്രീതികരമായ സുവിശേഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ടൊക്കെ. പ്രത്യേകിച്ച് ഇന്ന് ഒരു വലിയ പ്രോജക്റ്റായിട്ട് ബസേദ ആ നാട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് ഒരുപാട് സങ്കടകരമായ അവസ്ഥകളുണ്ട്. അതായത് ആക്ച്വലി അങ്ങനെ സംഭവിച്ചുകൊണ്ട് പറയുമല്ല, 2-3 ദിവസമൊക്കെ പട്ടിണി കിടന്ന ഒരു കാലഘട്ടമുണ്ട്. ഒന്നും കഴിക്കാനില്ലാത്ത സമയങ്ങൾ ബസേദയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യത്തെ 3 വർഷമൊക്കെ തറയിൽ
നിലത്താണ് കിടന്നുകൊണ്ടിരുന്നത്. ഒരു കട്ടിൽ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മെത്ത പോലും വാങ്ങാൻ എനിക്ക് പൈസ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അതൊക്കെ സ്വയം അനുഭവിച്ച് തീർത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ആ ദിവസങ്ങൾ കടന്നുപോയി എന്നുള്ള സത്യം. അപ്പോൾ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഒരു യാചകവേഷം കിട്ടുക എന്ന് പറയുന്നത്, ഒരാളുടെ മുമ്പിൽ കൈനീട്ടി എനിക്കൊരു 100 രൂപ വേണമെന്ന് പറയുമ്പോൾ മനസ്സുള്ളവർ അത് തീർച്ചയായിട്ടും തരും. ഇഷ്ടക്കേടുള്ളവർ ഒഴിഞ്ഞു പോകും. അത് നമുക്ക് പലപ്പോഴും, പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ നമുക്ക് പലപ്പോഴും നഷ്ടമാകുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ നമ്മളോട് പുച്ഛത്തോട് തന്നെ പെരുമാറുണ്ട്. അല്ലെങ്കിൽ ചിലരൊക്കെ അവഗണിക്കും, നമ്മളെ ഒഴിവാക്കി വിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞൊക്കെ മാറിപ്പോകും. പക്ഷേ സാഹചര്യങ്ങളാണ്, ഞാനതിലൊന്നും ആരെയും കുറ്റപ്പെടുത്താറില്ല. പക്ഷേ ക്രിസ്തുവേശുവിൽ സുവിശേഷ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനം സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും ഉറപ്പായും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, പച്ച മനുഷ്യർ, അവർ സങ്കടപ്പെടുന്നത് നമ്മുടെ സങ്കടമാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടും ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു ഇത് കർത്താവ് ഒരുക്കിയ സത്യസുവിശേഷത്തിൻ്റെ വഴി തന്നെയാണ്. അച്ഛാ, നമുക്ക് ബെത്സൈദയിലേക്ക് വരാം. അവിടെ എങ്ങനെയാണ് ഒരു ദിനം ആരംഭിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസത്തിൽ അവിടെ നടക്കുന്നത്? ഈ അച്ഛൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു? ചുരുക്കത്തിലൊന്ന് പറയാമോ? തീർച്ചയായിട്ടും വെച്ചാ, ബെത്സൈദയിലെ പലതരത്തിലുള്ള ആളുകളുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പ്രത്യേകിച്ച് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ളവർ, സിവിയറായിട്ടുള്ളവരുണ്ട്, മൈൽഡായിട്ടുള്ളവരുണ്ട്, പിന്നെ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. ഇവരെ എല്ലാവരെയും എപ്പോഴും നമുക്കൊരു പ്രാർത്ഥനാ അവസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ അതിൽ നല്ല ശതമാനം പേരും മൈൽഡ് കാറ്റഗറിയിൽപ്പെട്ടവരും കുറച്ച് നോർമലി ഉള്ളവരുമായ ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് രാവിലെ 5 മണിക്ക് ഞങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായിട്ട് എല്ലാവരും ചാപ്പലിൽ വന്ന് 5:30 മുതൽ 6:30 വരെയുള്ള സമയം ചാപ്പലിൽ പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന തുടങ്ങിയ ശേഷം 1 മണിക്കൂറോളം പ്രാർത്ഥിച്ച് ധ്യാനമൊക്കെ കഴിഞ്ഞിറങ്ങി അവരവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോവുകയും, പിന്നീട് ഞങ്ങൾക്കൊരു വലിയ മൃഗസമ്പത്ത് കൂടി അവിടെ ഉണ്ട്. കുറേ അധികം പൂച്ചകൾ, പട്ടികൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30ഓളം പൂച്ചകൾ, കുറേയധികം പട്ടികൾ എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയുകയാണ്, കാരണം ഒരു നല്ല സംവിധാനത്തിൽ അത് പോകുന്നുണ്ട് അവിടെ. പക്ഷികൾ, എരുമ, ആട്, പോത്ത്, ഇങ്ങനെ തുടങ്ങി വലിയൊരു സംവിധാന സ്ഥാപനത്തിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇതിനെയൊക്കെ ശുശ്രൂഷിക്കാൻ ഇവരൊക്കെ ആക്റ്റീവാണ്. അവരെയൊക്കെ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വഴിയിലേക്ക് തിരിച്ചുവിടും. അങ്ങനെ പോകുന്നു. 8:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ആ സമയത്തേക്ക് പത്രം എത്തുന്നു. പത്രം വായിക്കാനുള്ളവർക്ക് പത്രം വായിക്കാൻ അവസരമുണ്ട്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പും പിൻപും പിന്നെ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ളത് ചെയ്യാറുണ്ട്. വലിയ പ്രശ്നക്കാരൊന്നുമായിട്ട് ഇപ്പം നിലവിൽ അവിടെ ആരുമില്ല. അതുപോലെ തന്നെ ലഞ്ചിന് ടൈം വരെ 1 മണി വരെയുള്ള സമയം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ജോലികൾ അവിടെയൊക്കെ ഉണ്ടാകും. പിന്നെ ആ സമയത്ത് ചെസ്സ് കളിക്കുന്നവർ, ക്യാരംസ് കളിക്കുന്നവർ, അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുന്നവരും പണിക്കാരോടൊക്കെ പോകുന്നവരും, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലും അവർ ഇൻവോൾവ് ആണ്. 1 മണിക്ക് 12 മണിക്ക് പ്രാർത്ഥനയ്ക്ക് കയറും. 1 മണി വരെ പ്രാർത്ഥന വീണ്ടും ഉണ്ട്. രാവിലെ 5:30 ശേഷം 12 മുതൽ 1 മണി വരെ പ്രാർത്ഥന. ദെൻ അതിനുശേഷം 1 മണിക്ക് ലഞ്ച്. പിന്നെ അവർ കുറച്ച് ഉറങ്ങാനുള്ള സമയമുണ്ട്. പരമാവധി അവരെ മടിയന്മാരായിട്ട്, അലസന്മാരായിട്ട് ഇരുത്താൻ ശ്രമിക്കാറില്ല. കാരണം അവർ എത്ര എൻഗേജഡ് ആണോ അത്രയും അവരുടെ ലൈഫിൽ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും, ആക്റ്റീവായിരിക്കും. നമ്മളവരെ വെറുതെ ഒരു തലത്തിൽ ഇരുത്തിയാൽ അവർ വലിയ അപകടകാരികളായിട്ട് മാറും, വയലൻ്റ് ആകും. എന്നാൽ അവർക്ക് നല്ല സന്തോഷം തരുന്ന അന്തരീക്ഷങ്ങളെ സൃഷ്ടിച്ച്, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി ഞാൻ എടുത്തു പറയുകയാണ്, അതിൻ്റെ അകത്ത് കുറച്ച് പ്രാധാന്യം സ്ഥാപനം കൊടുക്കുന്നുണ്ട്. 3:30 വൈകിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. അത് ചെറിയ പ്രാർത്ഥന, കുറച്ച് പേര് വന്ന് ഞങ്ങൾ സന്യാസികളായതുകൊണ്ട് ഞങ്ങൾ 3:30 പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ കുറച്ച് പേര് വന്ന് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാവരും കുളിച്ച് അവരുടേതായ ജോലികളൊക്കെ പൂർത്തീകരിച്ച് 6 മണിക്ക് വീണ്ടും ചാപ്പലിൽ വന്ന് സന്ധ്യാപ്രാർത്ഥനയും അതൊരു 8 മണി വരെയും കാണും. ഇത് ഒരു ദിവസത്തെ റൊട്ടൈനാണ്. 8:30 വൈകിട്ടത്തെ ഡിന്നർ. പിന്നെ ഒരു 9:30 വരെ TV ഒക്കെ കണ്ടിരുന്ന് അവർ 9:30 ആകുമ്പോഴേ കിടക്കാൻ പോകും. ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു നോർമൽ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറം പലതരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടൊക്കെ പുറത്ത് പോകാറുണ്ട്. എന്തായാലും മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള വിധം സാഹചര്യങ്ങളെ എല്ലായിടത്തും കൊണ്ട് കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് സന്തോഷമാണെന്നുള്ളതാണ്. പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ആക്ച്വലി ഇത് ഒരു ഓർത്തഡോക്സ് സഭയുടെ സ്ഥാപനമാണെങ്കിൽ പോലും ഇതിനകത്തൊരു വലിയ ബന്ധം കിടക്കുന്നത് ഇതര ഡിനോമിനേഷനുമായിട്ടാണ്. എല്ലാവരും അവിടെ കൂടി വരുന്നവരാണ്. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളവരും അവിടെ വരും, എല്ലാ വൈദികരും അവിടെ വരും, എല്ലാ സഭാവിശ്വാസികളും അവിടെ വരും. അവിടെ ഒന്നിച്ചെന്ന് ഇവരുമായിട്ട് കണക്റ്റഡായിട്ട് പാട്ടും പാടി പ്രാർത്ഥിച്ചു പോകുന്ന ഒരു വലിയ ബന്ധം വർഷങ്ങളായിട്ട് ആ മണ്ണിലുണ്ട്. അതൊരു ശരിക്കും തുമ്പമണ്ണിനടുത്ത് പുന്നക്കോ എന്നൊരു മലയാണ്.
ആ മലയുടെ മുകളിലാണ് ഈ സ്ഥാപനം. മനോഹരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ സ്ഥലം കാണാനും ഒക്കെ ആളുകൾ ഒരുപാട് പേര് വരാറുണ്ട്, സ്ഥാപനത്തെ കാണാനും വരാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും എൻ്റർടൈനായിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നുണ്ട്. അച്ഛാ, ഞാൻ മനസ്സിലാക്കുന്ന അവിടെ രോഗികളും അതേപോലെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ളവരും മെൻ്റൽ പേഷ്യൻസും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു ബെത്സൈദ ഹോമിൽ വെച്ചാണോ അതോ അവരെ ക്ലിനിൽ കൊണ്ടുപോയി എങ്ങനെയാണ് അത് അവരുടെ അത്തരം ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നത്? ബസൈദ മിഷന് സ്വന്തമായിട്ടൊരു ക്ലിനിക്കുണ്ട്. അത് സ്ഥാപനത്തിൻ്റെ ആദ്യകാലത്തെ ഒരു അംഗമായ ജിബി എന്ന് പറഞ്ഞൊരു കുട്ടി ഓതറക്കാരനായിരുന്നു. അവന് വളരെ ഫേവറായിട്ടുള്ളൊരു ഇൻമേറ്റ് ആയിരുന്നു. അവന് അടുത്ത 2 വർഷം മുമ്പ് മരിച്ചുപോയി. അവൻ്റെ മെമ്മോറിയലായിട്ട് ഞങ്ങൾ 2 വർഷം മുമ്പ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജിബി മെമ്മോറിയലായിട്ട് ഒരു ക്ലിനിക്ക്. അവിടെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം മാത്രമേ ഉള്ളൂ. അതായത് ഒരു എമർജൻസി കേസ് വന്നാൽ നമുക്കൊരു ANM സ്റ്റാഫ് അവിടെയുണ്ട്. അവരുടെ ഫസ്റ്റ് എയ്ഡ് സംവിധാനം കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടറുടെ സേവനമുണ്ട്. അതും ഇവിടെയുള്ള പേഷ്യൻസിൻ്റെ ഡെയിലി കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാസത്തിൽ 2 ദിവസം ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് ഉണ്ട്. അവർ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് വരുന്നത്. പക്ഷേ സൈക്കാട്രിക് പേഷ്യൻസ് കൂടുതലുള്ളത് കൊണ്ടും മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ടവരുള്ളത് കൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന 2 ഹോസ്പിറ്റലാണ് ഉള്ളത് പ്രധാനമായും. ഒന്ന് തിരുവല്ല പുഷ്പഗിരിയിലെ സൈക്കാട്രിക് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ലിസ, ഒരു കന്യാസ്ത്രീയാണ്. ഡോക്ടർ ലിസയാണ് നമ്മുടെ പേഷ്യൻസിനെ എല്ലാം കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പരുമല ഹോസ്പിറ്റലിലെ ഡോക്ടർ കുരുവിള, ഈ 2 പേരുമാണ് നിലവിലെ നമ്മുടെ ഇൻമേറ്റ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്, ആസ്മ പേഷ്യൻസ് ഉണ്ട്. അവരെയൊക്കെ കൂടുതലും മറ്റുള്ള എല്ലാ രോഗികളെയും കൂടുതലായിട്ട് നമ്മൾ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുന്നത് പന്തളം ക്രിസ്ത്യൻ മെഡിക്കൽ ഹോസ്പിറ്റലാണ്. ഒരു മിഷൻ ഹോസ്പിറ്റൽ, ഡോക്ടർ ജോൺസൻ്റെ മിഷൻ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ പരിസരത്ത് തന്നെ സർക്കാരിൻ്റെ ആരോഗ്യ രംഗത്തു നിന്നുള്ള സഹായങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ വരാറുണ്ട്. ആയുർവേദത്തിൻ്റെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് കണക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ എണ്ണ കുഴമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ളപ്പോഴൊക്കെ അവർ കൂടുതൽ മെഡിസിൻസ് കൊണ്ട് തരികയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ സൈക്കാട്രിക് മെഡിസിനാണ് കുറച്ചുകൂടി അവിടെ നമ്മൾ കൂടുതൽ വാങ്ങേണ്ടതായിട്ടും കൊണ്ടുപോകേണ്ടതൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ഫണ്ട് കണ്ടെത്തി അത് മെഡിസിനും വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ 2 ഹോസ്പിറ്റലിനെ പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലാത്ത കേസുകളെല്ലാം നമ്മൾ പന്തളത്തെ ഹോസ്പിറ്റലിൽ പോകുക പതിവ്. ബെത്സൈദ ഹോമിൽ താമസിക്കുന്ന ഇൻമേറ്റ്സിൻ്റെ അവരുടെ ഭക്ഷണ രീതികളും അത് എങ്ങനെയാണ്? അവരുടെ ഡയറ്ററി ഒക്കെ നിങ്ങൾ അവിടെ തന്നെ കുക്ക് ചെയ്യുകയാണോ അതോ എന്താണ് അതിന് ചെയ്യുന്ന കാര്യം? ബസൈദ ഹോമിന് വലിയ 2 അടുക്കളകളുണ്ട്. അടുക്കളയിൽ എല്ലാവർക്കുമായ ഭക്ഷണം ഉണ്ടാക്കാൻ 3ഓളം പേര് അവിടെ താമസിക്കുന്നു. വലിയൊരു സംവിധാനമാണ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവകൃപയാൽ ഭംഗിയായിട്ട് പോകുന്നു. പിന്നെ ഇൻമേറ്റ്സിൻ്റെ ഹെൽത്ത് വളരെ പ്രധാനമായി സൂക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്ഥാപനം, ഗവൺമെൻറ് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നമ്മളും അത് കുറച്ച് താല്പര്യത്തോടെ കണ്ടിട്ട് ഏറ്റവും ഭംഗിയായ വിധം നല്ല ഭക്ഷണം കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ, അവരുടെ ആരോഗ്യം നമുക്ക് അനിവാര്യമായതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭക്ഷണം ക്രമീകരിച്ച് കൊടുക്കാൻ തക്കവണ്ണമാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. ഷുഗർ പേഷ്യൻസ് അവിടെ ഉള്ളവർക്ക് അവരുടേതായ ഭക്ഷണങ്ങൾ സെപ്പറേറ്റ് ക്രമീകരിക്കുന്നുണ്ട്. എന്നാലും രാവിലെ നോർമലി നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ ഉപ്പുമാവ്, പുട്ട്, പിന്നെ അപ്പം, പാലപ്പം ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ രാവിലെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കൂടെ നല്ല കറികൾ, ചിക്കൻ കറികളോ മുട്ടക്കറികളോ വെജിറ്റബിൾ കറികളോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ, മുട്ട പുഴുങ്ങിയത്, മുട്ടക്കറി ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നോർമലി വരും. ഉച്ചയ്ക്ക് സദ്യയാണ്. ഒരു 90% പേരും കഴിക്കുന്ന സദ്യയാണ്. പിന്നെ ഷുഗർ ഉള്ളവർക്ക് നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സിൻ്റെ ഭക്ഷണങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. 4 മണിക്ക് ചായയും കഴിക്കാൻ സ്നാക്സും ഉണ്ടാകും. വൈകിട്ട് 8:30 കോമൺലി കഞ്ഞിയാണ് വൈകിട്ട് എല്ലാവർക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബസ്സിൽ 10-12 പേരോളം വൈകിട്ട് കഞ്ഞി കഴിക്കാത്തവരുണ്ട്. അവർക്ക് ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് ഇവിടെ കഴിക്കുന്നത്. നോൺ വെജുകൾ മിക്ക ദിവസവും, പ്രത്യേകിച്ച് മീനില്ലാത്തൊരു ദിവസം ഉണ്ടാകില്ല. ഇറച്ചിയും ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉണ്ടാകും. കൂടുതൽ ചിക്കനാണ് ഉപയോഗിക്കുന്നത്.
എന്നാലും ബീഫും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു നോമ്പ് കാലങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇൻമേറ്റ്സിന് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും നമ്മൾ ആരും നിർബന്ധിക്കാറില്ല. പക്ഷേ ഞങ്ങളൊക്കെ നോമ്പെടുക്കുന്ന കണ്ണോട് നോമ്പെടുക്കാറുണ്ട് അവിടെ ആൾക്കാരൊക്കെ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അവിടെ എല്ലാവരും കോമൺലി എല്ലാവരും ഒരേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്, ഒരേ ഭക്ഷണമാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് സന്തോഷമാണ്. എങ്ങനെയാണ് ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്? ഇതിൻ്റെ വലിയൊരു ചിലവ് ഉണ്ടായെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് ആ ചിലവൊക്കെ സംതൃപ്തി ചെയ്യുന്നത്? ഇതിന് പ്രത്യേക സ്റ്റാഫുകളുണ്ടോ ഇതിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്? എങ്ങനെ ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്? ബസീദയ്ക്ക് പ്രധാനമായും ഓഫീസ് ബസീദയ്ക്കകത്ത് തന്നെ ഉണ്ട്. മനോഹരമായ ഓഫീസ് സംവിധാനമുണ്ട്. നിലവിൽ 8ഓളം സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈനാൻസ് ആദ്യകാലത്തെ പോലല്ല, കുറച്ചുകൂടി വിശാലമായ ഒരു സംരക്ഷണം സഭയിൽ നിന്നും പുറത്തു നിന്നും എക്യൂമെനിക്കൽ സംവിധാനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പർട്ടിക്കുലർ കാലത്തിനുള്ളിൽ അത് അറിയപ്പെടുന്ന വലിയൊരു സ്ഥാപനമായിട്ട് ദൈവകൃപയാൽ വളർന്നത്. ഒരു 13 സെൻറ്റ് ഭൂമിയിൽ നിന്ന് തുടങ്ങിയൊരു സ്ഥാപനമാണ് ഇന്നതൊരു 4 ഏക്കർ ഭൂമിക്കടുത്ത് വലിയ കെട്ടിടങ്ങളുമായിട്ടൊക്കെ അനേകരെ സംരക്ഷിക്കാൻ തക്കോണം സാധിച്ചത് ഒരുപറ്റം നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല ആ സ്ഥാപനവും. അപ്പോൾ ഉറപ്പായും ആ സ്ഥാപനത്തെക്കുറിച്ചുള്ള കൃത്യം അപ്ഡേറ്റുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം ആളുകൾ ശ്രദ്ധയപ്പെടുന്നുണ്ട്. കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ വാട്സാപ്പ് കൂട്ടായ്മകൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിവിധതരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് തണലായിരുന്നു, സാമ്പത്തിക സ്രോതസ്സായിരുന്നു അത്. പിന്നെ ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ ഒരുപാട് ഫണ്ട് തരിക എന്നുള്ളതല്ല, അവരുടെ മാസത്തിലെ ശമ്പളത്തിൻ്റെ നിക്ഷേപം ഒരു 10,000 രൂപയായിരിക്കാം, 5,000 രൂപയായിരിക്കാം, 1,000 രൂപയായിരിക്കാം. ഇതൊക്കെ അവർ കുറച്ച് സുഹൃത്തുക്കൾ, ഒരുപാടല്ല കുറച്ച് പേര് എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകളൊക്കെ തന്നിട്ടാണ് ഈ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത്. ഇന്ന് വരെ ഇതിൻ്റെ വളർച്ചയിൽ കടപ്പെട്ടിരിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിലെ ഒരു പറ്റം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു പറ്റം നല്ല സുഹൃത്തുക്കളാണ്. എസ്പെഷ്യലി ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കൻ നാടുകളിലുള്ള സുഹൃത്തുക്കൾ. അവരുടെ സഹായം കൊണ്ടാണ് ഇന്ന് വരെയും പ്രാദേശികമായിട്ടുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ സഹായമാണ് ഈ ബസീദയുടെ വളർച്ചയ്ക്ക് ഇന്ന് വരെയും കിട്ടിയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്ത് സ്ഥാപനവും മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രാദേശികമായി ഒരു സപ്പോർട്ട് അതിനാവശ്യമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അതേപോലെയുള്ള ലോക്കൽ ബോഡീസിൻ്റെ ഇതിൽ എങ്ങനെയാണ് അവരുടെ സപ്പോർട്ട് അച്ഛന് കിട്ടുന്നുണ്ടോ? പ്രധാനമായിട്ടും സ്ഥാപനം ഒരു പഞ്ചായത്തിനകത്താണ്, അതായത് കൊളനട ഗ്രാമപഞ്ചായത്തിനകത്താണ് ഈ സ്ഥാപനം വരുന്നത്. മെഴുവേലി വില്ലേജാണ്, ഒപ്പം താലൂക്ക് കോഴഞ്ചേരിയാണ്. തുമ്പമൺ ദേശത്തിനടുത്ത് ആണ് ഒരു 5 കിലോമീറ്റർ വ്യത്യാസത്തിൽ പുന്നക്കുന്ന് മല എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. പ്രാദേശികമായിട്ട് ഒരുപാട് സാധാരണക്കാരായ നല്ല മനുഷ്യർ താമസിക്കുന്നുണ്ട്. ഇന്ന് വരെയും ബസീദ ഹോമിന് അല്ലെങ്കിൽ ബസീദ മിഷന് പ്രാദേശികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ സ്ഥാപനം തന്നെ മുമ്പോട്ട് ഇറങ്ങുന്നുണ്ട് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് കഴിഞ്ഞ ഇത്രയും കാലം ഈ സ്റ്റാർട്ടിങ് സമയം മുതൽ ഇന്ന് വരെയും എവറി ഇയർ നമ്മുടെ ആനിവേഴ്സറിക്ക് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടും. പ്രാദേശികമായിട്ട് ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ഒരു 200, 180, 200, 250, 300 കുട്ടികൾക്ക് വരെ നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക. അതുപോലെ തന്നെ തയ്യൽ മിഷൻ വിതരണം ചെയ്യുക, വിധവകളെ സഹായിക്കുക, ആടുകൾ കൊടുക്കുക തുടങ്ങി ഒരു പ്രാദേശിക പ്രത്യേകിച്ച് സാധാരണക്കാരെ ആളുകൾ താമസിക്കുന്നിടത്ത് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് അറിഞ്ഞവരെ സഹായിക്കാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്ഥാപനം ശ്രദ്ധിച്ചിട്ടുണ്ട്. വിവാഹ സഹായധനമൊക്കെ എല്ലാ പ്രാവശ്യവും സ്ഥാപനം കൊടുക്കാറുണ്ട്. കാരണം വൈകാരികമായ അടുപ്പമാണ്. ഒരു പറ്റം സാധാരണക്കാർ ചുറ്റും താമസിക്കുന്നു. ഒരു ക്രിസ്ത്യൻ നാമധേയത്വത്തിലൊരു പ്രോജക്റ്റ് അവിടെയുണ്ട്. ഈശോയുടെ സ്നേഹമാണ് എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവരാൻ്റെ സ്നേഹത്തിനകത്ത് ഒന്നും മറച്ചു വെക്കാൻ പാടില്ലല്ലോ. അവരില്ലാതെ എന്ത് മിഷൻ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് മിഷൻ. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞ പോലെ കരുണയുള്ളവനോട് ഞാൻ കരുണ കാണിക്കുന്നുവെന്നാണ്. അപ്പോൾ നമ്മൾ അവരോട് കരുണ കാണിച്ചാൽ ഉറപ്പായും കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. അതുകൊണ്ട് ഉറപ്പായും ചുറ്റുമുള്ള ആളുകളെ ശരിക്കും ചേർത്ത് നിർത്താൻ ആദ്യം മുതലേ ഈ സ്ഥാപനം പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ചില ലീഗൽ വശങ്ങൾ 2012 ഈ സ്ഥാപനം നോർമലി രജിസ്റ്റർ ചെയ്തതാണ്.
അതിനുശേഷം ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ്, അതായത് OCB, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഓഫ് കേരള സ്റ്റേറ്റ്. അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. സ്ഥാപനം തുടങ്ങി ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാ പ്ലാനുകളും കൃത്യമായി സമർപ്പിക്കുമ്പോൾ ഈ സ്ഥാപനം എലിജിബിൾ ആണെന്ന് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു സർട്ടിഫിക്കറ്റ്, OCB അംഗീകാരമുള്ള സ്ഥാപനമാണ്. ഒപ്പം ഇൻകം ടാക്സിൻ്റെ ATG ട്രാൻസാക്ഷൻ്റെ അംഗീകാരം നമുക്കുണ്ട്. ഒരു 12A ആൻഡ് ATG അംഗീകാരം നമുക്കുണ്ട്. എന്നാൽ നമുക്ക് വിദേശ പണം മാത്രം വാങ്ങാൻ തക്കവണ്ണം ഉള്ള ഒരു അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. ഒരുപാട് പണമല്ല, മറിച്ച് ശുശ്രൂഷ എത്രയും പെട്ടെന്ന് ഭംഗിയാക്കി പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളതുകൊണ്ട് പണത്തിൻ്റെ വിശാലതയിലേക്ക് പോയാൽ പക്ഷേ ലക്ഷ്യം മറന്നുപോകും. ഒരുപാട് പണം വന്നാലും അത് ആപത്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പണത്തേക്കാൾ ഉപരി ചുറ്റുമുള്ള സഹജീവികളുമായി ചേർന്ന് വന്ന് പ്രത്യേകിച്ച് നാടിന് ഗുണമുള്ള, സമൂഹത്തിന് ഗുണമുള്ള, നമ്മളെ വിശ്വസിക്കുന്ന സഭയ്ക്ക് പെരുദോഷം കേൾപ്പിക്കാത്ത നല്ല ശുശ്രൂഷകൾ ചെയ്ത് ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. ഇതുവരെയും പ്രാദേശികമായിട്ടോ അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ആളുകളിൽ നിന്ന് സ്ഥാപനത്തിനുണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ വലിയ ഒരു പ്രകടനമാണ് ജീവകാരുണ്യ പ്രവർത്തനം. എന്നാൽ നമ്മളിന്ന് കാണുന്നത് രണ്ട് തരത്തിലുള്ള സുവിശേഷ പ്രവർത്തനം. ഒന്ന്, ഒരു അതർ വേൾഡിലേക്ക് ആളുകളെ ആ ഒരു ആത്മീയ തലം ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു തരം സുവിശേഷ പ്രവർത്തനം. മറ്റൊന്ന്, സോഷ്യൽ കൺസേൺ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തനം. അപ്പോൾ അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏത് തരത്തിലുള്ള ഒരു ആത്മീയത നമുക്ക് എങ്ങനെ നമ്മുടെ ഈ സുവിശേഷം ബൈബിളുമായി വിശ്വാസവുമായി കണക്ട് ചെയ്യാൻ പറ്റും? അച്ഛൻ്റെ ഒരു മിഷൻ കാഴ്ചപ്പാട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. സുവിശേഷമില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനമില്ല. യേശുക്രിസ്തുവില്ലാതെ എന്ത് ജീവകാരുണ്യമാണ്? ലൂക്കോസ് സുവിശേഷം പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നത് തന്നെ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാനാണ്, കാഴ്ചയില്ലാത്തവൻ്റെ കാഴ്ച പ്രസംഗിക്കാനാണ്, ചെകിടിന് കേൾവി കൊടുക്കാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ എന്ന നിലയിൽ, ഒരു സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ യേശുക്രിസ്തുവിന് സുവിശേഷമില്ലാത്ത പ്രവർത്തനങ്ങൾ അത് നിർജീവമായിരിക്കും. ഒരു വചനമുണ്ട്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാൻ 1:7 ആ വചനം. അവൻ വെളിച്ചത്തിലിരിക്കുന്നു, നമ്മളും വെളിച്ചത്തിൽ നടക്കുക, അപ്പോഴാണ് നമ്മൾ തമ്മിൽ കൂട്ടായ്മയുള്ളത്. കണക്റ്റഡായിട്ട് പറയേണ്ടത്, ഇതെല്ലാം മുന്നമേ ഒരുക്കി എന്നൊരു വചനം കൂടി ബൈബിളിലെ റെഫറൻസ് എനിക്ക് കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകരാകണം, ഇന്ന രീതിയിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണമെന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം മൂവ് ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സുവിശേഷത്തിലൂടെ, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായ വ്യക്തിയാണെങ്കിൽ, സുവിശേഷം കൊടുക്കുക, അതിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക, അതിലൂടെ അനേകർക്ക് അവർക്ക് അവരുടെ ജീവനെ സംരക്ഷിക്കുന്ന വിധം സഹായമാകുന്ന വിധം കാരുണ്യ പ്രവർത്തനം നടത്തുക. ഇനി ക്രിസ്തുവില്ലാതെ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാൻ പരാജയപ്പെട്ടൊരു പുരോഹിതനായിരിക്കും. എൻ്റെ വേഷത്തിന് മാത്രമേ നിറം കാണത്തുള്ളൂ, എൻ്റെ ജീവിതത്തിന് നിറം കാണത്തില്ല, എൻ്റെ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് നിറം കാണത്തില്ല, എൻ്റെ ബോധ്യങ്ങൾക്ക് നിറം കാണത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ഇല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനമില്ല. കർത്താവിൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കാത്ത സുവിശേഷവും പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, എന്നിലൂടെ യേശുവിനെ കാണട്ടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ഒരു പക്ഷേ കുറച്ചുകൂടെ തീവ്രമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വേണേൽ തോന്നിപ്പോവും, പക്ഷേ യാഥാർത്ഥ്യമല്ലേ ഞാൻ പറയുന്നത്. സുവിശേഷത്തിൽ നമ്മളെ ജനിപ്പിച്ച, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിനെന്ന ഒരു വചനം പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു രക്ഷകൻ ഭൂമിയിൽ ഉണ്ടായെന്നും അവൻ ഒരുപാട് സഹിച്ച് മരിച്ച് ആ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് കടന്നുപോയെന്നും മടങ്ങി വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം അവൻ ഇട്ട് തന്നതുകൊണ്ടാണ്. അവൻ തന്നെയാണ് പറയുന്നത്, നീ കരുണ കാണിക്കുക, നീ മനസ്സലിവുള്ളവനായി തീരുക, നീ രോഗിയെ ചേർത്ത് പിടിക്കുക, നീ ആരുമില്ലാത്തവനെ ചേർത്ത് പിടിക്കുക. ഇതെല്ലാം കർത്താവ് കാണിച്ചു തന്നു. അവൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ടുള്ള ഒരാൾ പോലും വെറുതെ പോയിട്ടില്ല. യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ട് യേശുമ്പുരാൻ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിപ്പോയി വേറൊരു സ്ഥലത്തേക്ക് വിശ്രമിക്കാൻ പോവുക. അത്രയ്ക്ക് ദുഃഖമുണ്ട് ക്രിസ്തുവിന്. അനേകായിരങ്ങളെ സൗഖ്യപ്പെടുത്തിയ കുറച്ച് മണിക്കൂറുകളാണ് അവിടെ നടക്കുന്നത്. വളരെ ടയേർഡായിട്ടും യോഹന്നാൻ സ്നാപകൻ മരിച്ചു എന്ന് യേശുമ്പുരാൻ്റെ ചെവിയിൽ ആരോ കൊണ്ട് പറഞ്ഞു. അവിടുന്ന് എല്ലാവരും ഒഴിവാക്കി കർത്താവ് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അവിടെ പോയി ഇരുന്നില്ല. അതിനു മുമ്പേ
നഗരത്തിൽ നിന്ന് വലിയൊരു സംഘം ആളുകൾ വിലപിച്ചുകൊണ്ട് യേശുവേ രക്ഷിക്കണേ അനുഗ്രഹിക്കണേ എന്ന് ഓടിക്കൂടി. അവിടെ പറഞ്ഞൊരു വചനമുണ്ട്, അവൻ അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവരുടെ മേൽ കൈവച്ചു എന്നാ. അതായത് തൻ്റെ വലിയ ശുശ്രൂഷയുടെ ഒരു ക്ഷീണവും ഒരു മരണത്തിൻ്റെ ദുഃഖമൊന്നുമല്ല, തൻ്റെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് വന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ഈശോ കാണിച്ച വലിയ മനസ്സ്, അത് വലിയ ലക്ഷ്യബോധം നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. നിസ്സാരമല്ല ഈ ജീവിതം, നമ്മുടെ വിളി നിസ്സാരമല്ല. ശോഭിക്കാനാണ് തിരഞ്ഞെടുപ്പ്, കത്തി ജ്വലിക്കാനാണ് തിരഞ്ഞെടുപ്പ്. കത്തി ചാമ്പലാകുക എന്ന് വേണമെങ്കിൽ പറയാം, എരിഞ്ഞു തീരുക എന്ന് പറയാം. ആ ചെയ്യുമ്പോഴൊക്കെ ആ പ്രവൃത്തിയിലെല്ലാം ഉരുകിത്തീരുന്നത് അനേകർക്ക് അഭയമായി നൽകിയ നമ്മുടെ ജീവിതമാകുമ്പോൾ നമ്മൾ ഹാപ്പിയാകും. കർത്താവിൻ്റെ സുവിശേഷം വിജയിക്കും, യേശുവിൻ്റെ സ്നേഹം അനേകരിലെത്തുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ക്രിസ്തുവും സുവിശേഷവും ജീവകാരുണ്യ പ്രവർത്തനം ഒന്നായി തീരണമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ലക്ഷ്യവും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും ദൈവസ്നേഹം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണ് സുവിശേഷ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നത്. അച്ഛൻ്റെ ബേത്സതയിൽ നിന്ന് എനിക്ക് ആ വലിയ ഒരു സാക്ഷ്യം അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും ഈ സായാഹ്നത്തിൽ കഴിഞ്ഞത് വലിയ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്, പ്രാർത്ഥനകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ ഹ്യൂസ്റ്റൺ വോയിസ് അതിൻ്റെ പ്രവർത്തകരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛൻ്റെ ഇനി അടുത്തൊരു പ്രൊജക്റ്റ് എന്താണെന്നും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛന് ഈ സമയം ഞാനുമായി ചെലവിട്ടതിൽ ഉള്ള സ്നേഹവും നന്ദിയും കൂടെ ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞാനും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരിക്കാൻ തക്കോണം സാധിച്ചു. അച്ഛനിവിടെ CSI സഭയുടെ ഹ്യൂസ്റ്റൺ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. അങ്ങയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഒരുക്കിയാണ് ഈ കൂടിക്കാഴ്ച ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങ് ചോദിച്ചതുപോലെ ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ വന്നിട്ടുള്ളത് തന്നെ ഞങ്ങളുടെ മനസ്സിലെ കുറേ കാലമായിട്ടുണ്ടായിരുന്ന അമ്മമാരുടെ ഭവനം പൂർണ്ണമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. അത് അമ്മമാരെ കൂടി താമസിപ്പിക്കണം. മാനസിക രോഗമുള്ള, മാനസിക വെല്ലുവിളികളുള്ള അമ്മമാരുണ്ട്, ഒപ്പം ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുണ്ട്, വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത വിധമുള്ള അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്യാതെ അല്ലെങ്കിൽ ഉരുകിത്തീരാതെ തകർന്നു പോകാതെ അവരെ ചേർത്ത് പിടിക്കുക, സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ബത്സൈദ മരിയൻ ഹോം എന്ന ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫണ്ട് റൈസിംഗ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും ഹ്യൂസ്റ്റണിൽ വന്നത്. ഇപ്പോൾ അടുത്തൊരു പർപ്പസ് അമ്മമാരുടെ ബിൽഡിങ്ങാണ്. ഈ ഒരു സംവാദത്തിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഹ്യൂസ്റ്റൺ വോയിസിനോട്, അതിൻ്റെ എല്ലാ അമരത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സാബു നൈന്, അദ്ദേഹത്തിൻ്റെ ബ്രദർ, ആൻഡ് പ്രിയപ്പെട്ട സെന്നി, അതുപോലെ തന്നെ ക്യാമറ വർക്ക് ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാർ, ഒപ്പം എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ച പ്രിയപ്പെട്ട CSI ഹ്യൂസ്റ്റൺ ഇടവകയുടെ സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായ പ്രിയപ്പെട്ട ബെന്നി അച്ഛനുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.